ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പള്ളികളുണ്ടല്ലോ, മദ്രസകളുണ്ടല്ലോ, അതിനു വേണ്ടി അധ്വാനിക്കുന്ന ജമാഅത്തിന്റെ ഭാരവാഹികളുണ്ടല്ലോ, അവരോട് നമുക്ക് ആദരവും സ്നേഹവും വേണം. ഞാൻ ഇന്ന് തുർക്കളിക്കയിൽ പള്ളി ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ഞാനത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയമില്ല, ഞാൻ പറയട്ടെ. പള്ളിയുടെ ഭാരവാഹി, ജമാഅത്തിന്റെ ഭാരവാഹി, എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഭാരവാഹി, ഭാരം വഹിച്ച ആള്, വലിയ വെയിറ്റ് താങ്ങുന്ന ആളാണ് പ്രസിഡന്റ്, വെയിറ്റ് താങ്ങുന്ന ആളാണ് സെക്രട്ടറി. എന്താണ് വെയിറ്റ് എന്നറിയാമോ? ആ ഭംഗിയുള്ള പള്ളി ആ ഭംഗിയിൽ തന്നെ നിലനിർത്തണ്ടേ, അതുപോലെ അതിന്റെ മൂത്രപ്പുര നാറാതെ ഒപ്പിക്കണ്ടേ, അവിടെ ജമാഅത്ത് കൃത്യമായി നടക്കണ്ടേ, അവിടെ പൈപ്പില് വെള്ളം കൃത്യമായി ഉണ്ടാകണ്ടേ, അവിടെ കെൽപ്പുള്ള നല്ല പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണ്ടേ. അതിനെല്ലാം വലിയ ഭാരമാണ് ഭാരവാഹികൾക്ക്. ആ ഭാരവാഹികൾ നാട്ടിന്റെ ഭാരം പേറുകയാണ്, ജമാഅത്തിന്റെ ഭാരം പേറുകയാണ്. അവരോട് ജമാഅത്തുള്ള മുഴുവൻ ആളുകൾക്കും ബഹുമാനാദരവ് വേണം. അവരതാ ശമ്പളം പറ്റുന്നില്ല. പള്ളിയിലെ ഖാദിയാർക്ക് ശമ്പളമുണ്ട്, അതേ മുഅദ്ദിന് ശമ്പളമുണ്ട്, ഉസ്താദുമാർക്ക് ശമ്പളമുണ്ട്, പ്രസിഡന്റിന് 5 പൈസ ശമ്പളമില്ല, സെക്രട്ടറിക്ക് ശമ്പളമില്ല. 5 പൈസ ശമ്പളമില്ലാതെ റബ്ബിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്യുന്നവരല്ലേ മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികൾ, മദ്രസ പള്ളിയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾ. അവരോട് നാട്ടുകാർക്ക് കടപ്പാടുണ്ട്. ആ ആളുകളോട് സഹകരിക്കണം. നമ്മളൊരു 4 ആളുകൾ ഒരു മയ്യിത്ത് കെട്ടിലെടുത്ത് കൊണ്ടുപോകുമ്പോ ആ മയ്യിത്ത് മറമാടൽ എല്ലാവർക്കും നിർബന്ധമാണ്. അങ്ങനെ എടുത്തു കൊണ്ടുപോകുന്ന 4 ആള് ചുമലിലേറ്റിയാൽ മറ്റുള്ളവര് നോക്കിയിട്ട് കുടുങ്ങട്ടെ. ആ 4 ആള് നല്ല ചിന്തിക്കേണ്ടത് ആ മയ്യിത്ത് കെട്ടിൽ താങ്ങിക്കൊടുക്കാൻ മറ്റുള്ളവരും കൂടിക്കൊടുക്കണ്ടേ. അതുപോലെ പള്ളി മദ്രസകളൊക്കെ നടത്തുന്ന ആളുകൾ, അവരോട് നമ്മളും കൂടിക്കൊടുക്കണം, നമ്മളും സഹകരിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ ഭാരവാഹികളോട് സഹകരിക്കണം. ഭാരവാഹികൾ എപ്പോഴും ചിന്തിക്കണം, അല്ലാഹുവിന്റെ വീടാണ് പള്ളി, അള്ളാന്റെ വീട് ഭരിക്കുന്നവരല്ല നാം. അള്ളാന്റെ യജമാനനായ രാജാവിന്റെ വീട് ഭരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇല്ല, ഖിദ്മത്തെടുക്കുന്നവരാണ് നാം. മദീനയിലെ പള്ളി സുബ്ഹാനല്ലാഹ്, ഈത്തപ്പന മട്ടൽ കൊണ്ട് നിർമ്മിച്ച പള്ളി, അതിന്റെ ചുമരിൽ ആരോ തുപ്പുന്ന സമയത്ത് കഫം തെറിച്ചുപോയി. ആ കഫം കണ്ടപ്പോൾ നബിതങ്ങളെ മുഖമാകെ വിവർണമായി, വേദന മുഖത്ത് കാണുന്നു. അല്ലാഹുവിന്റെ വീട്ടിൽ കഫം തുപ്പുമ്പോൾ തെറിച്ചല്ലോ. അതാ ഒരാളെയും കാത്തു നിന്നിട്ടില്ല കേട്ടോ. അവിടുത്തെ സഹാബത്ത് എന്ന് പറഞ്ഞാൽ നബിതങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന സഹാബത്തല്ലേ. ആ സഹാബത്ത് അവിടുന്ന് ഒതുവെടുക്കുമ്പോൾ ശരീരത്തിൽ നുറ്റി വീഴുന്ന വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ കയ്യിലേറ്റുവാങ്ങി ശരീരത്തിൽ പുരട്ടുന്ന സഹാബത്തല്ലേ. അങ്ങനെയുള്ള ശിഷ്യന്മാര് ധാരാളം പള്ളിയിലുണ്ട്. റസൂലുള്ള ആരെയും കാത്തു നിന്നിട്ടില്ല. ഒരു ചെറിയ കല്ലെടുത്തിട്ട് ആ ശിഷ്യന്മാര് തുപ്പിയപ്പോൾ ആയ കഫം സ്വന്തം കൈകൊണ്ട് ചുരണ്ടുകയാണ്. കാരണം പള്ളിക്ക് ഖിദ്മത്തെടുക്കുക എന്നത് വലിയ ഭാഗ്യമാണ്, അത് വലിയ അഭിമാനമാണ്. സുഹൃത്തുക്കളെ, അള്ളാന്റെ പള്ളികൾക്ക് ഖിദ്മത്തെടുക്കണം, മദ്രസകൾക്ക് ഖിദ്മത്തെടുക്കണം, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അതിന് നല്ല കെൽപ്പുറ്റ ആലിമീങ്ങൾ ഉണ്ടാകണം. നമ്മുടെ നാട്ടിൽ നല്ല മുതഅല്ലിമീങ്ങളെ വളർത്തിയെടുക്കണം. നാഫിയായ ഇൽമുള്ള പണ്ഡിതന്മാരുണ്ടാകണം. അതുപോലെ കുടുംബങ്ങൾ തമ്മിൽ വളരെ യോജിപ്പോടെ ജീവിക്കണം. അയൽവാസികൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ ജീവിക്കണം. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ വഹ്സിൻ ഇലാ ജാരിക തകുൻ മുസ്ലിമാ തകുൻ മുഅ്മിനാ. നിനക്ക് മുഅ്മിനാകണോ, നീ അയൽവാസികൾക്ക് ഗുണം ചെയ്യണേ. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക. നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്ക് നീ ഇഷ്ടപ്പെടണേ. അപ്പോൾ തകുൻ മുസ്ലിമാ, നിനക്കൊരു മുസ്ലിമാകാം. ഇത്തഖിൽ മഹാരിം തകുൻ അബദന്നാസ്. നീ ഹറാമൊക്കെ കൈയൊഴിക്കണേ. ഒരിക്കലും മദ്യപാനിയാകരുതേ, വട്ടിക്കാരനാകരുതേ, കുടുംബബന്ധം മുറിക്കുന്നവനാകരുതേ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയുന്നവനാകരുതേ,
സയ്യിദന്മാരെ നിന്ദിക്കുന്നവനാകരുത്. നീ ഹറാമായ ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും പറയരുത്. നീ ഒരു അന്യപെണ്ണിന്റെ മുഖത്തേക്ക് നോക്കല്ലേ, അന്യപെണ്ണുമായി ചാറ്റ് ചെയ്യല്ലേ, ഒരു അന്യപുരുഷനെ വിളിച്ച് വീട്ടിലേക്ക് ഭർത്താവ് അറിയാതെ വരുത്തല്ലേ. ഹറാമ് കൈയൊഴിച്ച് ജീവിച്ചാൽ തകുൻ അബദന്നാസ്, ഏറ്റവും വലിയ ഇബാദത്തുകാരനാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾ നമുക്ക് നൽകിയ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തണം. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, വലാ തുക്സിരിൽ ളുഹ്ക്, നിങ്ങൾ ചിരി വർദ്ധിപ്പിക്കരുത്, കൂടുതൽ ചിരിക്കരുത് കേട്ടോ. അതേ, ഫൈന കസറത്തുൽ ളുഹ്കി, കൂടുതൽ ചിരിച്ചാൽ തുമീതുൽ ഖൽബ്, മനുഷ്യന്റെ മനസ്സ് ചത്തുപോകും, മനുഷ്യന്റെ മനസ്സിനെ അത് മരിപ്പിച്ചു കളയും. നമ്മളെപ്പോഴും അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് മരിക്കുന്ന ശരീരമാണ് ഞാനെന്ന ബോധത്തോടെ ഞാൻ മരിച്ചാൽ, ഇവിടെ ഇപ്പോൾ ഞാൻ പ്രിയപ്പെട്ട ബഷീറിന്റെ കാറിലാണ് വന്നത്, റബ്ബദാഹത്തിന് ബറക്കത്ത് നൽകട്ടെ. അതുപോലെ സഹായിച്ച സഹകരിച്ച ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടോ, സിറാജുൽ ഹുദക്ക് നേർച്ച തന്ന പലരുമുണ്ട്, എല്ലാവർക്കും റബ്ബ് സഹായം നൽകട്ടെ. നമ്മുടെ റസീവർ വരുന്ന സമയത്ത് നല്ല സംഭാവന കൊടുത്തേക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാം എപ്പോഴും സഹായിക്കണം. 11 മഹല്ലിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ പള്ളിയും മദ്രസയും ഇല്ലാത്ത സ്ഥലത്ത് ഓല ഷെഡ് കെട്ടിയിട്ട് തുടങ്ങിയതാണ് സിറാജുൽ ഹുദ. 80 ലക്ഷം ഉറുപ്പിക ഒരു മാസത്തിൽ ചെലവിന് വേണം. നമ്മുടെ റസീവർ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കണം. അതുപോലെ അതാ കബർ കൊണ്ടുവരുന്ന സമയത്ത് അതാ വാങ്ങിയ സ്ഥലത്തിന് വേണ്ടിയും നിങ്ങൾ സഹായിക്കണം. ഇവിടെ സഹായിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു വരുന്നത്, കാറിൽ കയറി വന്ന ഞാൻ ഒരു ദിവസം മയ്യിത്ത് കട്ടിലിൽ കയറേണ്ടതുണ്ട്. നല്ല കട്ടിൽ കിടന്ന ഞാൻ ഒരു ദിവസം ഖബറിൽ കിടക്കേണ്ടതുണ്ട്. എന്റെ കണ്ണട അഴിച്ചു പോകും, മോതിരം അഴിച്ചു പോകും, വാച്ചഴിച്ചു പോകും, എന്റെ എല്ലാ വസ്ത്രവും അഴിച്ചു പോകും. 3 തുണിയിൽ പൊതുക്കി എന്നെ ഒറ്റയ്ക്ക്, ഭാര്യയില്ല മക്കളില്ല ആരുമില്ലാതെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി ഖബറിൽ കിടത്തും. അവിടെ ചോദ്യമുണ്ട്, എത്രയോ കാലം കിടക്കേണ്ടതുണ്ട്. അവിടുന്ന് എഴുന്നേറ്റ് പോയ റബ്ബിന്റെ കോടതിയിൽ എന്റെ നന്മതിന്മകൾ തൂക്കുന്ന സമയമുണ്ട്, റിക്കാർഡ് വിതരണം ചെയ്യുന്ന സമയമുണ്ട്, സിറാത്ത് കിടക്കേണ്ട സമയമുണ്ട്. ആ സമയങ്ങളെ കുറിച്ചുള്ള ബോധത്തോടെ പാവപ്പെട്ട എനിക്ക് ജീവിക്കാനുള്ള ഭാഗ്യത്തിന് നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങളും ആ ബോധമുള്ളവരാകണം എന്ന് എല്ലാവരോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റാഹിമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസീരായ റഹ്മാനേ, ഈ നാട്ടിലും ഈ ജമാഅത്തിലും ഇതിന്റെ പരിസരങ്ങളിലുള്ള ജമാഅത്തുകളിലും ഇവിടെയുള്ള SSF-ലും SYS-ലും മുസ്ലിം ജമാഅത്തിലും ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സംഘടനകളിലും അതിന്റെ പ്രവർത്തകരിലും നേതാക്കളിലും അവരോട് സഹകരിക്കുന്നവരിലും ആണിലും പെണ്ണിലും സർവ്വ ബറക്കത്തും നൽകണം റഹ്മാനേ. വിദേശത്തും നാട്ടിലും ജോലിയെടുക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, അവരെ ബിസിനസ്സുകളിൽ ജോലികളിൽ ബറക്കത്ത് ചെയ്യണം റഹ്മാനേ. പ്രശ്നങ്ങൾ പരിഹരിക്കണം റഹ്മാനേ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണം റഹ്മാനേ. ഞങ്ങളെ സർവ്വ മക്കളെയും നന്നാക്കി തരണം റഹ്മാനേ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഫിയത്തോടെ തഖ്വയോടെ ജീവിപ്പിച്ച് അവസാനം നല്ല ഒരു ദിവസം കാമിലായ ഈമാനോടെ റബ്ബേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് മുഴുവനും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഈ മജ്ലിസ് സംഘടിപ്പിച്ചവർക്കും മജ്ലിസിൽ വന്നവർക്കും സ്റ്റേജിൽ വന്നവർക്കും സദസ്സിൽ വന്നവർക്കും സഹായിച്ച മുഴുവൻ ആളുകൾക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ചൂടാൻ ഭാഗ്യം തരണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കിടയിലും മോമിനീങ്ങൾക്കിടയിലും നീ ഐക്യവും സന്തോഷവും പൊരുത്തവും നൽകണം റഹ്മാനേ. മഹാനായ സുൽത്താനുൽ ഉലമക്ക് പരിപൂർണ ആരോഗ്യത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. താജുൽ ഉലമയടക്കം വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും ഞങ്ങളെയും ഈ നാട്ടിൽ നിന്ന് മരിച്ചുപോയവരെയും ഈ പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം മരിച്ചുപോയ ബാപ്പയടക്കം എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ
يا أرحم الراحمين وصلى الله تعالى وسلم